അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി ഒരു 7-8 വർഷം മുമ്പ് ഒരു TV ചാനലിൽ ഞാൻ കണ്ടിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു കറിയാണിത്. അതിലേക്ക് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. 2 മാങ്ങയ്ക്ക് 4 സവാള, കുറച്ച് ഇഞ്ചിയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ, പിന്നെ ഒരു 1.5 സ്പൂണോളം മഞ്ഞൾപ്പൊടി അല്ല മല്ലിപ്പൊടി തെറ്റിപ്പോയതാണ് കേട്ടോ. പിന്നെ മുളക് പൊടി 2 സ്പൂണോളം മുളക് പൊടിയിട്ട്. പക്ഷേ ഇതെല്ലാം ഇട്ടതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് തോന്നുന്നു ഒരു മാങ്ങയ്ക്കായിരുന്നു എന്നാണ് തോന്നുന്നത് ഈ അളവ് കാണിച്ചിരുന്നത്. പക്ഷേ ഇതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ അളവൊക്കെ മതി എന്ന് എനിക്ക് തോന്നുന്നു 2 മാങ്ങയ്ക്ക്. തൊണ്ടയ്ക്കൊരു പ്രശ്നം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പിടുക, എന്നിട്ട് അതിലേക്ക് ഒരു 3-4 സ്പൂണോളം വിനാഗിരി ഒഴിക്കുക. ഇതൊക്കെ എനിക്ക് പണ്ട് ചെയ്ത ഒരു ഓർമ്മ വെച്ച് ചെയ്യുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം അവിടെ വയ്ക്കുക. ആ സമയം കൊണ്ട് ഇത് അവിടെ ഇളക്കി അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കണം. 1-2 പാലെടുത്ത് വയ്ക്കുക. പാലെടുത്തിരിക്കുന്നത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, അതൊക്കെ വിട്ടുപോയിരുന്നു. അപ്പോഴേക്കും ഇല്ല, നോമ്പ് തുറക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാം കൂടെ ഒരു വെപ്രാളമായിപ്പോയി, എല്ലാം തിരക്കായിപ്പോയി. എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പിൽ വയ്ക്കുക. ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നാടൻ ഫുഡെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് മൂത്ത് പോകരുത്, ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകരുത്, നന്നായിട്ട് വെന്ത് വരണം സവാള. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. വെന്തെന്ന് പറയുന്നത് നൂൽ പരുവത്തിൽ, ആ നൂല് പോലെ അങ്ങനെ ആയി വരും. അതിലേക്ക് കുറച്ച് ഉപ്പിടുക, കറിവേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വരും ഇത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മാങ്ങയില്ലേ, മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന മാങ്ങ, ആ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മാങ്ങ ഇടുമ്പോൾ ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ അത് നന്നായിട്ട് ഇത് മൂത്ത് കരിഞ്ഞു പോകരുത്. അപ്പോൾ ആകെപ്പാടെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ അങ്കമാലി സ്റ്റൈലൊന്നും ആയിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും സ്റ്റൈലായിപ്പോവും. പിന്നെ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിൽ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് എൻ്റെ ഓർമ്മ വെച്ചിട്ടാണെങ്കിൽ 1-ാം പാലിൽ നിന്ന് കുറച്ച് ഒരു 1-2 സ്പൂൺ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കണമെന്നാണ്. ആ പാത്രം കയ്യിൽ നിന്ന് ഒഴിച്ചാൽ മതി. പക്ഷേ ഞാനതങ്ങ് വിട്ടുപോയി, 2-ാം പാലാണ് ഒഴിച്ചത്. അത് ഈ മാങ്ങ മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങാപ്പാലിൽ 2-ാം പാലെടുത്ത് ഒഴിക്കുക. അതിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. മാങ്ങ നന്നായിട്ട് വെന്ത് എടുക്കണം. ആ മാങ്ങ വെന്ത് വരുന്നതാണ് ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ. തവി കൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാം വെന്തിട്ടുണ്ടോ എന്ന്. ആ ഉള്ളി വെന്ത് കൊഴുത്ത് വന്നതും മാങ്ങയും കൂടെ ഒക്കെ എല്ലാം നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ കിട്ടും. നല്ല ടേസ്റ്റാണ്. അത് നമ്മളിത് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളം ഊറും, അത്രയും കഴിക്കാൻ തോന്നും. അത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്ര ചാറ് വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്തായാലും വെന്ത് കുറുകി വരുമ്പോൾ അത് തണുത്ത് വരുമ്പോഴൊക്കെ, ലൂസായിട്ടിരുന്നാലും തണുത്ത് വരുമ്പോഴത്തേനും നല്ല കുറുകി നന്നായിട്ട് വരും അത്. എന്നിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. ഒരുപാട് തിളപ്പിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക. തിളച്ച ഉടനെ അല്ല, ഒരല്പം കഴിഞ്ഞ ഉടനെ ഓഫ് ചെയ്യാം. അതിനുശേഷം താളിച്ചൊഴിക്കുക. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തു. താളിക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉള്ളിയും പിന്നെ വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് താളിക്കുക. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഉലുവ ഇടണമായിരുന്നു. ഉലുവ ഇടാൻ ഞാൻ മറന്നുപോയി. താളിച്ച് ഇതിനകത്ത് ഒഴിച്ച് ഇളക്കിയതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഉലുവ ഇട്ടില്ലെന്ന്. പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ ഉലുവ പൊടി ഉണ്ടായിരുന്നതുകൊണ്ട് അത് കുറച്ചിട്ട് കൊടുത്തു. പക്ഷേ ഉലുവ എണ്ണയിൽ ഇടുമ്പോഴാണ് അത് മൂത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക മണം വരുന്നത് തന്നെ. ഞാനിപ്പോഴാണ് ഉലുവ ഇട്ടത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിടുക. മുഴുവനായിട്ടുള്ള ഉലുവ ഉണ്ടെങ്കിൽ അത് ഇടുക. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ല പൊടിക്കാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ മണം വരുന്നത്. വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയായിരുന്നു കേട്ടോ അത്. പിന്നെ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തൊന്നും ഞാൻ കാണിക്കുന്നില്ല. നല്ല ചൂടുമാണ്. ഒരുപാട് പുളിയൊന്നും കാണുന്നത്, പുളിയുള്ള മാങ്ങയാണ് ഇതിന് കറി വയ്ക്കാൻ നല്ലത്. പക്ഷേ ഒരുപാട് പുളിയൊന്നും അങ്ങനെ വരത്തില്ല കറി വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊന്നും എന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളത് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ കാലിലെ പ്ലാസ്റ്ററൊക്കെ എടുത്തു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ടൊക്കെ ഇനിയും വീണ്ടും കാണാം. ഓക്കെ, ബൈ.